പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവ്വം.
എന്നാൽ കൃതജ്ഞതയോടെ ആശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലതിനെയും നാഥായി നീക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാമവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ അനുദിനം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ എപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിനെയും നാഥായി നീക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലത്തിനെയും നാഥായി നീക്കും. ഇസ്രായേലേ കേട്ടാലും, നിങ്ങൾ ഇന്ന് ജോർദാൻ കടന്ന് നിങ്ങളെക്കാൾ വലുതും ശക്തവുമായ ജനതകളെ, ആകാശത്തോളം ഉയർന്ന കോട്ടകളാൽ വലയം ചെയ്യപ്പെട്ട വിശാലമായ പട്ടണങ്ങളെയും കൈവശപ്പെടുത്തുവാൻ പോകുകയാണ്. ഉയരമേറിയവരും വലിയവരുമായ ആ ജനതകൾ നിങ്ങൾ അറിയുന്ന അനാക്തിമുകളാണ്. അനാക്തിമിന്റെ മക്കളുടെ മുമ്പിൽ നിൽക്കാൻ ആർക്ക് കഴിയുമെന്ന് ആരെപ്പറ്റി നിങ്ങൾ പറഞ്ഞു കേട്ടിരുന്നുവോ അവരാണിത്. നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദഹിപ്പിക്കുന്ന അഗ്നിയായി നിങ്ങളുടെ മുമ്പിൽ പോകുന്നതെന്ന് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവരെ പുറത്താക്കുകയും നശിപ്പിക്കുകയും ചെയ്യാൻ നിങ്ങൾ മുന്നേറുമ്പോൾ കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുള്ള പോലെ നിങ്ങൾ അവരെ തോൽപ്പിക്കുകയും നിശേഷം നശിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ ദൈവമായ കർത്താവ് അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കം ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ നീതി നിമിത്തമാണ് കർത്താവ് ഈ സ്ഥലം കൈവശമാക്കാൻ എന്നെ കൊണ്ടുവന്നെന്ന് നിങ്ങൾ ഹൃദയത്തിൽ പറയരുത്. ഈ ജനതകളുടെ ദുഷ്ടത നിമിത്തമാണ് അവിടുന്ന് അവരെ നിങ്ങളുടെ മുമ്പിൽ നീക്കിക്കളയുന്നത്. നിങ്ങളുടെ നീതിയോ ഹൃദയപരമാർത്ഥതയോ നിമിത്തമല്ല നിങ്ങൾ അവരുടെ രാജ്യം കൈവശമാക്കാൻ പോകുന്നത്. ആ ജനതകളുടെ ദുഷ്ടത നിമിത്തവും നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവരോടും കർത്താവ് ചെയ്ത വാഗ്ദാനം നിറവേറ്റുന്നതിനു വേണ്ടിയാണ് അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്നും നീക്കിക്കളയുന്നത്. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ നീതി നിമിത്തമല്ല ഈ നല്ല ദേശം നിങ്ങൾക്ക് കൈവശമാക്കി തരുന്നതെന്ന് മനസ്സിലാക്കിക്കൊള്ളുവേ. എന്തെന്നാൽ നിങ്ങൾ ദുഷ്ടാട്ടിക്കാരായ ജനങ്ങളാണ്. ദൈവമായ കർത്താവിന്റെ സ്തുതി. സർവശരാശരവും താവകമെന്നാളും മധ്യകുലത്തിൻ രക്ഷകനാം വിശിഹാരൻ പുനരാഗമനം കൊണ്ടാടാം ഇന്നേ വേദികയിൽ.
സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ മർത്യകുലത്തിൻ രക്ഷകനാം മിശിഹാതൻ പുനരാഗമനം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ മർത്യകുലത്തിൻ രക്ഷകനാം മിശിഹാതൻ പുനരാഗമനം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ശിവദായകമായ തിരുവചനം ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തിലെയും നാഥായി നീക്കും. ആമേൻ. എന്റെ സഹോദരനെ അധ്യായം 3 1 മുതൽ 11 വരെ. എന്റെ സഹോദരനെ നിങ്ങൾ കർത്താവിനെ സന്തോഷിക്കുകയും ഒരേ കാര്യം വീണ്ടും എഴുതുന്നതിൽ എനിക്ക് മടുപ്പ് തോന്നുന്നില്ല. നിങ്ങൾക്കത് കൂടുതൽ സുരക്ഷിതത്വം നൽകും. നായ്ക്കളെയും തിന്മകൾ പ്രവർത്തിക്കുന്നവരെയും പരിശീലനവാദികളെയും സൂക്ഷിച്ചു കൊള്ളുകയും. നമ്മളാണ് യഥാർത്ഥ പരിശീലകർ. ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയും യേശുക്രിസ്തുവിൽ അഭിമാനം കൊള്ളുകയും ജലത്തിൽ ശരണം വയ്ക്കാതിരിക്കുകയും ചെയ്യുന്ന നമ്മൾ. എന്നാൽ എനിക്ക് ശരീരത്തിൽ പ്രത്യാശ വയ്ക്കാൻ കഴിയും. ശരീരത്തിൽ പ്രത്യാശയുണ്ട് എന്ന് വിചാരിക്കുന്ന ആരെയും കൂടുതലായി അതിനുള്ള അവകാശം എനിക്കുണ്ട്. കാരണം 8-ാം ദിവസം പരിശോധന ചെയ്യപ്പെട്ടതാണ് ഞാൻ. ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവരോട് കൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടിയല്ലേ. എനിക്ക് നിയമത്തിൽ ലഭിക്കുന്ന നീതിയല്ല ഉള്ളത്, പിന്നെയോ ക്രിസ്തുവിനുള്ള വിശ്വാസങ്ങളിൽ ലഭിക്കുന്ന നീതിയാണ്. അതായത് വിശ്വാസത്തെ ആസ്പദമാക്കി ദൈവത്തിനുള്ള നീതി. അത് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും ഞാൻ അറിയുന്നതിനും അവൻ്റെ സഹനത്തിൽ പങ്കുചേരുന്നതിനും അവൻ്റെ മരണത്തോട് താരതമ്യപ്പെടുന്നതിനും വേണ്ടിയാണ്. അങ്ങനെ മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പ് പ്രാപിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. തിരുവചസ്സിൻ ചുരുളണിയുകയാൽ തിരുഹിതമെൻ മനസ്സറിയുകയാൽ. തിരുവചസ്സിൻ ചുരുളണിയുകയാൽ തിരുഹിതമെൻ മനസ്സറിയുകയാൽ. സുവിശേഷം പാഠേയം ഹല്ലേലൂയ ഹല്ലേലൂയ. അകതാരിൻ വരവേൽക്കാം ഹല്ലേലൂയ ഹല്ലേലൂയ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയുടെ മകയുടെ ആത്മാവോടുകൂടി. ഈശ്വരയുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 17-ാം അധ്യായം 14 മുതലുള്ള തിരുവചനങ്ങൾ. യേശു ജനക്കൂട്ടത്തിന്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒരാൾ കടന്നു വന്നു അവന്റെ സന്നിധിയിൽ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, എന്റെ പുത്രനിൽ കനിയണമേ. അവൻ അപസ്മാരം പിടിപെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു. പലപ്പോഴും അവൻ തീയിലും വെള്ളത്തിലും വീഴുന്നു. ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു, പക്ഷെ അവനെ സുഖപ്പെടുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു പ്രതിഫലിച്ചു, വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറയെ, എത്രനാൾ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും? എത്രനാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും? അവരെ ഇവിടെ എന്റെ അടുത്ത് കൊണ്ടുവരിക. യേശു അവനെ ശാസിച്ചു. പിശാചൻ അവനെ വിട്ടുപോയി. തൽക്ഷണം ബാലൻ സുഖം പ്രാപിച്ചു. അനന്തരം ശിഷ്യന്മാർ അരിച്ച് യേശുവിനെ സമീപിച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? യേശു പറഞ്ഞു, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ. സത്യമായി നിങ്ങൾ പറയും, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ
അത് മാറിപ്പോകും. നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വിശ്വസിക്കുക, എല്ലാം സാധ്യമാണ്. വിശ്വസിക്കാൻ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, സംഭവിച്ച ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് നായാഗ്ര വെള്ളച്ചാട്ടം. അതിൽ 52 അടി ഉയരവും 335 അടി നീളവുമുണ്ട്. ആ നായാഗ്ര വെള്ളച്ചാട്ടത്തിന് കുറുകെ ഒരു കയർ വലിച്ചു കെട്ടി അതിലൂടെ ബ്ലോക്കി എന്ന വ്യക്തി തന്റെ സാഹസികത നടത്തുവാൻ തീരുമാനിക്കുകയാണ്. ആകാംക്ഷാഭരിതരായ ജനക്കൂട്ടം ബ്ലോക്കി അഭിനന്ദിച്ചു. അഭിനന്ദനത്തിന് മാനേജർ ഹാരി കോൺ അദ്ദേഹത്തോട് പറയാണ്, ഞാൻ വരാമെന്ന്. അദ്ദേഹത്തെയും പേറി ബ്ലോഡി അക്കരയ്ക്ക് ആ വലിച്ചു കെട്ടിയ കയറിലൂടെ തന്റെ സാഹസികത നടത്തിയ ചരിത്രം രേഖപ്പെടുത്തുകയാണ്. വിശ്വാസമാണ് എനിക്ക് സാധിക്കും എന്ന വിശ്വാസം, വിശ്വാസമാണ് ഇവന് സാധിക്കും എന്ന വിശ്വാസം. സുവിശേഷത്തിലൂടെ യേശു നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്, നിനക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് മാറിപ്പോകുവാനായിട്ട് ആവശ്യപ്പെട്ടാൽ അതുപോലും സംഭവിക്കുമെന്ന്. സുവിശേഷത്തിൽ 2 പരാജിതരാണ് യേശുവിന്റെ മുമ്പിൽ നിൽക്കുക. യേശു രൂപാന്തരീകരണത്തിന് ശേഷം മലയിറങ്ങി വരുന്നു. മലയിറങ്ങി വരുമ്പോൾ തന്റെ മുമ്പിൽ 2 പരാജിതർ, അപസ്മാര രോഗിയുടെ പിതാവും ശിഷ്യന്മാരും. 2 പേരും പരാജിതരാണ്. കാരണം അപസ്മാര രോഗിയുടെ പിതാവിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഇവന്റെ ശിഷ്യന്മാർക്ക് എന്റെ മകനെ സുഖപ്പെടുത്തുവാനായി സാധിക്കും എന്ന വിശ്വാസത്തോടു കൂടിയാണ്, ബോധ്യത്തോടു കൂടിയാണ് ശിഷ്യന്മാരുടെ മക്കൾ ആ അപസ്മാര രോഗിയെ തന്റെ മകനെ കൊണ്ടുവരിക. എന്നാൽ അത് പരാജയപ്പെടുകയാണ്, അവരെ പരാജയപ്പെടുത്തുകയാണ്. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് സാധിക്കും എന്ന ചിന്തയോടുകൂടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്തിട്ടും അപസ്മാര രോഗി സുഖപ്പെട്ടില്ല. അതും അവരും പരാജയപ്പെടുകയാണ്. സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ഓർമ്മയുണ്ടാകണം, പരാജയത്തിൽ തമ്പുരാൻ കൂടെയുണ്ട് എന്ന്. തമ്പുരാൻ കൂടെയുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. പരാജയത്തിൽ തമ്പുരാനിലേക്ക് തിരിയുവാനായി നമുക്ക് സാധിക്കണം. അപസ്മാര രോഗിയുടെ പിതാവ് തമ്പുരാനിലേക്ക് തിരിയുകയാണ്. ശിഷ്യന്മാർക്ക് സാധിക്കുമെന്ന ചിന്തയോടുകൂടി കാത്തിരുന്നവൻ തമ്പുരാനിലേക്ക് തിരിയുകയാണ്. അവൻ വരട്ടെ എന്ന് ചിന്തിക്കുകയാണ്. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവരും തമ്പുരാനിലേക്ക് തിരിയുകയാണ്. എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അതിന് കഴിയാതെ പോയത് എന്ന് ചോദിക്കുകയാണ്. തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ തമ്പുരാനിലേക്ക് തിരിയുവാനായി നമുക്ക് സാധിക്കണം. കൃത്യമായി 17-ാം വചനത്തിൽ 20-ാം വചനത്തിലും വ്യക്തമായ ഉത്തരവും യേശു കൊടുക്കുന്നുണ്ട്. 11-ാം വചനം 17-ാം വചനത്തിൽ ഈശോ പറയുകയാണ്, വിശ്വാസമില്ലായ്മ മൂലമാണ് അത്ഭുതം നടത്തുവാനാണ് നിങ്ങൾക്ക് കഴിയാതെ പോയത്. 20-ാം വചനത്തിൽ അല്പവിശ്വാസമാണ് അത്ഭുതത്തിലേക്ക് നയിക്കാതിരുന്നത്. ഓർമ്മപ്പെടുത്തലാണ് വിശ്വാസത്തോടുകൂടി ബോധ്യത്തോടുകൂടി തമ്പുരാനിലേക്ക് തിരിയുവാനായിട്ട് നമുക്ക് സാധിക്കണം. വീണ്ടും സുവിശേഷം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്, ദൈവത്തിന് എല്ലാം സാധ്യമാണ് എന്ന ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ആയിരിക്കണം. അപസ്മാര രോഗിയുടെ പിതാവിനെ സംബന്ധിച്ചിടത്തോളം അവന് വിശ്വാസം ഉണ്ടായിരുന്നു. ഇവർക്ക് കഴിയാതെ പോയാലും അവന് കഴിയുമെന്ന ആ ബോധ്യമാണ്, ആ വിശ്വാസമാണ് അവനെ കാത്തിരിക്കുവാനായിട്ട് പ്രേരിപ്പിച്ചത്. സ്നേഹമുള്ളവരെ, ഇവിടെ മറ്റൊരു ചിന്തയിലേക്ക് നമുക്ക് പോകുവാനായിട്ട് സാധിക്കും. അപസ്മാര രോഗിയുടെ പിതാവ് യേശുവിനെ അനുഗമിച്ച വ്യക്തിയല്ല, എന്നിട്ടും അവന് വിശ്വാസമുണ്ടായിരുന്നു. എന്നാൽ യേശുവിനെ അനുഗമിച്ച വ്യക്തികൾ
അവന്റെ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾ സാക്ഷ്യമായ വ്യക്തികളാണ് ശിശുമാർ. എന്നാൽ അവർക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈശോ പറയുകയാണ് അല്പവിശ്വാസം എന്ന്. ആഴമായ വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടി തമ്പുരാനെ കാത്തിരിക്കുവാനായി നമുക്ക് സാധിക്കുമ്പോഴാണ്, തമ്പുരാനോട് ചോദിക്കുവാനായി നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും ദൈവിക ഇടപെടലുകൾ ഉണ്ടാകുക. കാത്തിരിക്കുവാനായിട്ട്, വിശ്വസിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തരും സാധിക്കട്ടെ. ദൈവം ഇടപെടും, ദൈവം അനുഗ്രഹിക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പ്രവാചകന്മാരെ സമാധാനിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത രക്ഷിതായും തിരച്ചപ്പെട്ട പ്രബോധനങ്ങൾക്ക് വിധേയരായി ജീവിക്കുവാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏലിയാട് തീക്ഷ്ണതയോടും മൂശയുടെ ധൈര്യത്തോടും കൂടെ ജീവിതകാലം മുഴുവൻ നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ സമ്പാദനയെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താപോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും നിന്റെ മഹത്വങ്ങളുടെ പേര് കൊണ്ട് ആ ഭക്തൻ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത രക്ഷിതായും വലിയ ദിവസത്തിൽ മഹത്വപൂർണ്ണനായി പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി കുരിശിന്റെ മാർഗത്തിലൂടെ അനുദിനം മുന്നേറാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധാന സമൂഹനെ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർലിയോ 14 പാപ്പായി ഞാൻ സഭയുടെ പിതാവ് തലവനുമായ ഞങ്ങളുടെ മുദ്രാപുരത്തിന്റെ വികാരിമാർ ജോസഫ് മുദ്രാപുരത്തെ മറ്റെല്ലാ മുദ്രാന്മാരെയും ആത്മീയ നന്മ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ മിശിഹായെ നിന്റെ കൃപയാൽ ഞങ്ങൾ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. അങ്ങയുടെ പാവനം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥനാരെയും തനിക്ക് വാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കഴികളെ നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. സ്വീകരിച്ചിടണേ
യേശുനാഥൻ നൽകിടും ദിവ്യവചനത്താൽ പാപവും രോഗവും നീക്കിടുന്നിതാ. യേശുനാഥൻ നൽകിടും ദിവ്യവചനത്താൽ പാപവും രോഗവും നീക്കിടുന്നിതാ. ഈ വിരുന്നിന്റെ ശോഭയെ പൂർണ്ണമായും നൽകിടാ. യേശുവിൻ ബലിയിൽ സകലം മോദമായിടാ. ഈ അപകടവും വീണോടും അവകാശപൂർവ്വമോ അവരാഗ്രഹങ്ങളിലേക്ക് മതി ഓരോ ആവശ്യങ്ങൾ നമ്മൾ സ്ഥാപിക്കാം. ദൈവത്തിനെല്ലാം സാധ്യമായ ഒതുക്കോടുകൂടി നമ്മുടെ യോഗങ്ങളും സ്ഥാപിക്കാം. അങ്ങയുടെ ആദ്യമായ ബുദ്ധി എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. ആമേൻ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ പേരുകയും അനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹാ വഴി പിതാവായ ദൈവം തന്റെ കൃപയാൽ പരമപിതാവാലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗ്ഗത്തിൽ നിന്നുള്ള മഹത്വപൂർണ്ണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടെ ഈ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സർവശക്തപിതാവായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികളുള്ള ആദ്യജാതനും വികടനമായ പിതാവിനെ നയിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവായ യേശുമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യത്തിലുള്ള സത്യവും പിതാവിനോടുള്ള സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിന കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡനം സഹിക്കുകയും സ്ത്രീയായിട്ട് ഇറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു.
പിതാവിനും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്രൈനികവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായുള്ള ഏകമാമോദീസായും ശരീരത്തിലെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. എന്റെ സഹോദരീ സഹോദരന്മാരെ, ഈ കുർബാനായ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ അങ്ങേ ശക്തനാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സമയനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നേക്കും ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും നിങ്ങളോടുകൂടെ. ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് ഈ കുർബാന അർപ്പിക്കപ്പെടുന്നു. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തെ സ്വർഗവാസികളെ ആയിരങ്ങളും പതിനായിരങ്ങളും കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. വാഴുന്നവനാം രാജാവേ, മാനവനൊന്നായി ജീവി
സംഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി യേശു നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാം ഇതിൽ വാങ്ങി ഭക്ഷിക്കുവിൻ. ആഹാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാം ഇതിൽ വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ആവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവർത്തിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ ബോധത്തിനും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിലുള്ള വലിയ പ്രത്യാശയും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ വന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, എന്നിൽ കനിയണമേ, പാപങ്ങൾ പൊറുക്കേണമേ, ഓരമാക്കെന്റെ അപരാധങ്ങൾ സദയം നാഥ പൊറുക്കേണമേ.
സജീവവും ജീവദായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. മന്നയായി ഭൂമിയിൽ വാഴും ദൈവമേ, മർത്യർക്കു പൂജ്യമാം അവതാരമേ, വചനത്തിൻ പൊരുളായ തിരുസ്നേഹമേ, കാത്തുവണങ്ങിടാം ആരാധിക്കാം. മന്നയായി ഭൂമിയിൽ വാഴും ദൈവമേ, മർത്യർക്കു പൂജ്യമാം അവതാരമേ, വചനത്തിൻ പൊരുളായ തിരുസ്നേഹമേ, കാത്തുവണങ്ങിടാം ആരാധിക്കാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ ശരിയായ ശരീരത്തെ നമുക്ക് പതിയേറോട് ശ്രമിക്കാം. അന്തർത്തോളം സ്ഥലത്തോടെ അല്ലാതെ തിരിച്ചോടും പാവളെ ശ്രമിച്ചോടും സൗകര്യങ്ങൾ ശ്രമിച്ചോടും നമുക്ക് സ്ഥലത്തിന്റെ ചെയ്യാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദേശത്തും നമ്മുടെ അന്മാകളെ വ്യക്തമാക്കാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദൈവത്തിനും പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. നിത്യജീവനും കാരണമാകട്ടെ, എന്നേക്കുമാമേ. ചോദിക്കുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞാൽ ദൈവത്തോട് ഞാൻ ചോദിച്ചെല്ലാം എനിക്ക് ലഭിക്കും എന്ന മനോവിശ്വാസത്തോടുകൂടി അവർ വിളിച്ചപേക്ഷിക്കും. സ്വർഗ്ഗസ്നാനികളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് ലോകത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ, നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും. ആമേൻ. മിശിഹായ ശരീരവും കടന്നപ്പോൾ
ദിവ്യകാരുണ്യമായുള്ളിൽ വായെന്നീശോയേ, നവ്യഭോജ്യമായ നാവിൽ വാപുണ്ണീശോയേ, കുളിരേകും മഴനീരുള്ളി മണ്ണിൽ ചേരുമ്പോൾ നിറമേകും മഴവിൽ കൊടിവാനിൽ ചേരുമ്പോൾ സ്വയമേ മറന്നു നിന്നിൽ ചേരുന്നീശോയേ, ഇനിമേൽ പിരിയുമില്ല തമ്മിലീശോയേ, ദിവ്യകാരുണ്യമായുള്ളിൽ വായെന്നീശോയേ, നവ്യഭോജ്യമായ നാവിൽ വാപുണ്ണീശോയേ. ഇടയന്റെ സ്നേഹം നിറയും നിന്റെ മൊഴികൾ തൻ ശാന്തി അറിയും. ഇടയന്റെ സ്നേഹം നിറയും നിന്റെ മൊഴികൾ തൻ ശാന്തി അറിയും. നിൻ ചിറകിന്റെ കീഴിൽ കണ്ണുപൂട്ടി സ്വസ്ഥമായി ഞാൻ മയങ്ങും. ഈശോയേ, കുളിരേകും മഴനീർ തുള്ളി മണ്ണിൽ ചേരുമ്പോൾ നിറമേകും മഴവിൽ കൊടിവാനിൽ ചേരുമ്പോൾ സ്വയമേ മറന്നു നിന്നിൽ ചേരുന്നീശോയേ, ഇനിമേൽ പിരിയുമില്ല തമ്മിലീശോയേ, ദിവ്യകാരുണ്യമായുള്ളിൽ വായെന്നീശോയേ, നവ്യഭോജ്യമായ നാവിൽ വാപുണ്ണീശോയേ. അറിയുക കഴിഞ്ഞ ദിവസത്തെ കാഴ്ച 12,661 രൂപ, ഹിന്ദി കുർബാന 3,553 രൂപ, സെഞ്ചു കാഴ്ചവപ്പണം 420 രൂപ. 2 ലക്ഷം രൂപയുടെ പുതിയ ലഘു നിക്ഷേപം പ്രശാന്തിൻ്റെയും ജോസഫ് വേണ്ടയുടെയും നേതൃത്വത്തിൽ ആരംഭിക്കുന്നു. താല്പര്യമുള്ളവർ അറിയിക്കുക. കുടുംബീറ്റുകൾ സെന്റ് ആന്റണീസ് സ്കൂൾ യൂണിറ്റ് 4 മണിക്ക് കന്യാപറമ്പിൽ ഫിലോമിയ ബാബച്ചൻ്റെ വസതിയിൽ വെച്ച് സെയിന്റ് മദർ തെരേസ ഫാമിലി യൂണിറ്റ് 4:45 മാത്യു പുളമേരിയുടെ വസതിയിൽ വെച്ച് സെന്റ് തോമസ് യൂണിറ്റ് 5:30 പറപ്പള്ളി ചിറ കുക്കുവിൻ്റെ വസതിയിൽ വെച്ച് സമ്മേളിക്കുന്നു. അടുത്ത ഞായറാഴ്ച ലോഗോസ് ബൈബിൾ ക്വിസ്, ജൂബിലി കൊച്ച ലോഗോസ് ബൈബിൾ ക്വിസ് അടുത്ത ഞായറാഴ്ചയാണ്. 1:30 രജിസ്റ്റർ ചെയ്യുന്ന തങ്ങളുടെ രജിസ്റ്റർ നമ്മൾ ടിക്കറ്റ് വാങ്ങേണ്ടതാണ്. 3:30 വരെയായിരിക്കും ലോഗോസ് ബൈബിൾ ക്വിസ് പരീക്ഷ. ഹോൾ ടിക്കറ്റിൻ്റെ നമ്പർ വിവരം നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമ്മുടെ സെക്രട്ടറിയുടെ അടുത്ത ഘട്ട കുഴിമാടകൾ എടുക്കാനുള്ള സമയമായിരിക്കുന്നു. ഈ പൈസ തന്നതിൽ നന്ദിയും സ്നേഹവും അഭ്യർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. Esa es la ciudad de Cristo,
ഞങ്ങളുടെ മോചനത്തിനായ കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായി സുന്ദരവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായി നീക്കും. കടങ്ങളുടെ പാപത്തെ മോശം കാരണം